ജോസഫ് മാഷിന്റെ കൈ പോയി. വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആസൂത്രിതമാണ്. സൗദി വരെ നീളുന്ന ആസൂത്രണം. ആ സംഭവത്തിൽ ഓരോന്നും ആസൂത്രണം ചെയ്തെങ്കിലും യാദൃച്ഛികമായി ചിലത് സംഭവിച്ചു. എന്താണെന്നറിയാമോ? ഒരക്രമിയുടെ കൈക്ക് പരിക്കേറ്റു. അത് ഇതിനകത്തുള്ളതല്ല, ലിസ്റ്റിലുള്ളതല്ല. എല്ലാം ആസൂത്രിതമാണ്. പക്ഷെ ഇത് യാദൃച്ഛ്യമായി സംഭവിച്ചു പോയതാണ്. അയാൾ ചികിത്സയ്ക്ക് പോയി, അയാളെ പൊക്കി, ചികിത്സിച്ച ഡോക്ടറെ പൊക്കി, ഒക്കെ സംഭവിച്ചു. പക്ഷെ അടുത്ത ഇലക്ഷന് അവിടെ വെട്ടിയവന്റെ പാർട്ടി ജയിച്ചു. അത് വേറെ കാര്യം. ഇതാണൊരു പ്രശ്നം. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പലപ്പോഴും പറയാറുണ്ട്, മതം നല്ല കാര്യമാണ്, കുറച്ച് ഭീകരരേ ഉള്ളൂ. പക്ഷെ അതല്ല പ്രശ്നം. ഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികൾ, ഞാനത് ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് പറയല്ല, അവർ ഈ ഭീകരവാദികളും തീവ്രവാദികളുമായി അഗാധമായ രമ്യതയിലാണ്. ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത്, എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ. നമ്മൾ പലപ്പോഴും അക്രമം പ്രവർത്തിക്കില്ല. കാരണം എന്താണ്? നമുക്കതിന് താല്പര്യമില്ല. അപകടം നടക്കുന്നുണ്ട്, മുന്നറിയിപ്പുകൾ. പക്ഷെ വേറൊരാളത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദം. ഈ ആഹ്ലാദം ഇല്ലെങ്കിൽ ഈ ഭീകരവാദികൾ എന്ന് പറയുന്നവന്മാർ ഈ ലോകത്തെ ഉണ്ടാവില്ല. പറക്കും അവര്. ഇസ്ലാം മതം, ഇസ്ലാമിലെ തീവ്രവാദികളെ എന്നൊറ്റപ്പെടുത്തുന്നുവോ അന്ന് ആ സാധനം അപ്രത്യക്ഷമാവും. പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ.